ടി വി പ്രസാദ് വിവരങ്ങളുമായി ചേരുകയാണ്. ടി വി പ്രസാദ്, പക്ഷേ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യണമല്ലോ. ഈ ഓർഡിനറി എങ്ങനെ ഓടും എന്നതറിഞ്ഞിട്ട് വേണ്ടേ കുറച്ചുകൂടെ വേഗത്തിലോടാൻ, ഫാസ്റ്റുകൾ തയ്യാറാക്കാൻ? മാധു, ഇതിലൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ ഒരു ഭാഗത്തുള്ളവർക്ക് മാത്രം ഇതിന്റെ സൗജന്യം ലഭിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കറിയാവുന്നതുപോലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതായിരുന്നു UDFന്റെ പ്രഖ്യാപനം. അതനുസരിച്ചായിരുന്നു ഓർഡിനറി ബസ്സുകളിൽ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് UDF സർക്കാർ എത്തുകയും ചെയ്തത്. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് പല മേഖലകളിലേക്കും ഓർഡിനറി ബസ്സുകൾ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നേരത്തെ അത് വാർത്തയായി കൊടുത്തിട്ടുള്ളതുമാണ്. അതായത് തിരുവനന്തപുരത്തെ വെള്ളനാട്ടിൽ നിന്ന് നഗരത്തിലേക്ക് ആകെ വരാനുള്ള ഒരു ബസ്, അത് ഒരൊറ്റൊരു ബസ്സാണ്. ആ ബസ് തന്നെ നേരിട്ട് സാധാരണ ബസ്സുകൾ വരുന്ന വഴിയിലൂടെയല്ല വരുന്നത്. ചുരുക്കത്തിൽ വെള്ളനാട്ടിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് വരുന്ന വരുമാനം കുറഞ്ഞ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു സൗജന്യ യാത്ര അനുഭവിക്കണമെങ്കിൽ അതിന്റെ ഭാഗ്യമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഒരു ബദൽ സംവിധാനം ഏർപ്പാടാക്കുന്നതിൽ സർക്കാരിനോ ഗതാഗത വകുപ്പിനോ തടസ്സമില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അത് ചെയ്യുന്നില്ല. അതും രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നീട്ടിവെക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. ഇപ്പോൾ തെക്കൻ ജില്ലകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലകളിലാണെങ്കിൽ മിക്ക റൂട്ടുകളിലേക്കും KSRTC ബസ്സുണ്ട്. അതിൽ അപൂർവമെങ്കിലും ഓർഡിനറി ബസ്സുകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ സൗകര്യം ഉപയോഗിക്കുന്നുമുണ്ട്. പക്ഷേ മലബാർ ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ പല ഭാഗത്തേക്കും ഒരു KSRTC ബസ് പോലും ഇല്ലാത്ത പല ഭാഗങ്ങളും മലബാർ ജില്ലകളിൽ ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രണ്ടാമതൊരു ഘട്ടം, അത് 100 ദിവസം പരീക്ഷത്തിന് ശേഷമാകാം എന്നുള്ള നിലപാടാണ് അന്ന് സ്വീകരിച്ചതെങ്കിൽ മറ്റു ബസ്സുകളിലേക്ക് കൂടി വ്യാപിപ്പിച്ചേക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു പദ്ധതി അത് വലിയ ഉപകാരപ്രദമായി മാറുന്നത് ഒരു വിഭാഗം സ്ത്രീകൾക്കാണ് എന്നതാണ് ഇതിലൊരു പ്രശ്നം. എല്ലാ വിഭാഗങ്ങൾക്കും, എല്ലാ പാവങ്ങളായ മനുഷ്യർക്കും അത് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇതിനെ ആക്കും എന്നുള്ളതാണ് ഭൂരിപക്ഷം ആളുകളും കരുതുന്നതും. അതും ടി വി പ്രസാദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ രണ്ടാം ഘട്ടം എപ്പോൾ വരുമെന്നൊരു ചോദ്യം കൂടി ആകാംക്ഷയോട് കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഫർസ, ഈ KSRTC ഡ്രൈവർമാർക്കേ 8 മണിക്കൂർ ജോലിയൊന്നുമല്ല, കുറച്ച് കഷ്ടപ്പാടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫർസ അങ്ങനെ കഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചില്ല. നമുക്കിത് പാർക്ക് ചെയ്താലോ? നമുക്കൊരു ചായയും ബൺമസ്കയും കുടിച്ചാലോ? ഈ ബൺമസ്ക് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം എന്തോ ഒരു വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് ബൺമസ്ക എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു കച്ചവടം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്തു. അത് പെട്ടെന്ന് കഴിക്കേണ്ടതുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് എനിക്കൊരു ട്രോമയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ പോവാം അല്ലേ? അതെ, നമുക്കൊരു ചായ ബൺമസ്ക തന്നെ ആവാം.